ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇന്ന് ഇവിടെ തന്നെ നിൽക്കാം. എനിക്കങ്ങനെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ നിന്റെ ഭർത്താവ് പോയത്. മോളെ കരയല്ലേ? എന്താ ശ്യാമി പറയുന്നത്? ഈ സമയത്ത് മോളെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നായെടുത്തി. എവിടെയാണെങ്കിലും അവള് സേഫ് അല്ല എന്നൊരു തോന്നല്. അതെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മക്കളെ കുറിച്ച് അധികം ടെൻഷൻ പാടില്ല എന്നാ. എത്രയോ അമ്മമാരുടെ സ്നേഹമുള്ള കുട്ടികള് UK-യിലും അമേരിക്കയിലും ഒക്കെ പഠിക്കാൻ പോകുന്നു, വർക്ക് ചെയ്യുന്നു. ആ അമ്മമാരൊക്കെ എങ്ങനെ സമാധാനായിട്ടിരിക്കുന്നെ? എടുത്തി പറയുന്നത് ശരിയാ. പക്ഷെ അവരുടെ ഒന്നും പുറകെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. മോളുടെ കാര്യം അങ്ങനെയാണോ? സത്യത്തിൽ എടുത്തി പറഞ്ഞത് നല്ലൊരു മാർഗമായിരുന്നു. എവിടെയെങ്കിലും ഒരു ദൂരത്തേക്ക് മോളെയും കൊണ്ടങ്ങ് പോയാലോ. അപ്പൊ പിന്നെ ഇവിടെയുള്ള ഈ പ്രശ്നങ്ങളൊന്നും അവളുടെ നേർക്ക് വരില്ലല്ലോ. അതിനെന്തൊക്കെ കടമ്പകൾ കടക്കണം? ആദ്യം അമ്മയാണെന്ന് അവൾ അംഗീകരിക്കണം. അത് കഴിഞ്ഞ് ഉറ്റവരെ വിട്ടുപോവാൻ അവര് സമ്മതിക്കണം. അതൊക്കെ 1-2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഏറ്റവും ചുരുങ്ങിയത് ഐശ്വര്യയുടെ മുന്നിൽ നിന്നെങ്കിലും അവളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതിയായിരുന്നു. എന്റെ പേടി മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ. അക്കാര്യത്തിൽ ശ്യാമയെ ഞാൻ കുറ്റപ്പെടുത്തും. ഐശ്വര്യ ഈ രീതിയിൽ ശ്യാമയെ പിടിമുറുക്കാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും ഉറപ്പിച്ചൊരു വാക്ക് പറഞ്ഞ ഇറക്കി വിടേണ്ടതായിരുന്നു ഐശ്വര്യ. ഞാൻ മനസ്സ് തളർന്നു കിടക്കുമായിരുന്നില്ല എടുത്തി. അപ്പൊ ഐശ്വര്യടുത്ത് എല്ലാം ഇങ്ങനെ ഏറ്റെടുത്തു. പിന്നെ പതുക്കെ പതുക്കെ ചെറിയ എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോ ഐശ്വര്യടുത്ത് കൂടുതൽ ശക്തിയുമായി. എങ്ങനെയാ ശക്തിയായത്? ശ്യാമയുടെ പണം, ശ്യാമയുടെ സമ്പത്ത്, ശ്യാമയുടെ പബ്ലിസിറ്റി, അതുകൊണ്ടൊക്കെയാ. അല്ലാതെ ഐശ്വര്യക്ക് എന്താ സ്വന്തമായിട്ടുള്ളത്? എടുത്തി അതൊക്കെ അങ്ങ് വിട്ടുകളയെ. പറ്റിപ്പോയ അബദ്ധങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ പൂജാമുറിയിലേക്കാണോ? ഇല്ല, ഞാൻ ഉറങ്ങാൻ പോവാ. എന്നാ കിടന്നോളൂ. മോൾ അവിടെ സമാധാനമായിട്ട് കിടക്കുന്നുണ്ടാവും. ശരി എടുത്തേ. നല്ല പനിയായിരുന്നു. ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല മുത്തശ്ശി. നല്ല ക്ഷീണമുണ്ട്. പാതിരാത്രി ഷവറിന്റെ കീഴിൽ പോയി നിന്ന പിന്നെ എങ്ങനാ? ഞങ്ങള് കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഭേദമുണ്ട്. പനി വിട്ടു. നിങ്ങൾ പോയിക്കോ. ശല്ല, അതൊന്നും ശരിയാവില്ല. തൽക്കാലം ഞങ്ങൾ പറയുന്ന കേട്ട് താൻ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നാ മതി. മുത്തശ്ശി വരനിവിടെ ഇരിക്കുന്നത് അച്ഛനമ്മയും കണ്ട പ്രശ്നമാവും. നീ പോയി കിടന്നോ. അതെ മുത്തശ്ശി, അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. കൽപ്പനയോ പ്രിയങ്കയോ കാണുന്നത് പോലെയല്ല പത്മിനിയോ പരമേശ്വരനോ കാണുന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എഴുന്നേറ്റ് പോ, ഞാൻ നോക്കിക്കോളാം. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണേ മുത്തശ്ശി. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കൂടെ ഇരുന്ന് പരിചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവസ്ഥ എനിക്കറിയാലോ. താൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ പോകുന്നത്.
വിളിച്ചു. പിന്നെ ആരോടൊക്കെയോ തെറ്റും മാപ്പും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നൊക്കെ തെറ്റ് തന്നെയല്ലേ മുത്തശ്ശി? തെറ്റ് തന്നെ, പൂർണ്ണമായിട്ടും തെറ്റ് തന്നെ. മോളെ, നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് വിട്ടുവീഴ്ചകളാവാം, വിട്ടുകൊടുക്കലും ആവാം. എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാ ചെയ്യേണ്ടത്. അത് മറ്റൊരാൾ ചെയ്യില്ല. നീ പറയുന്ന ന്യായങ്ങളൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനുള്ളിലും വലിയൊരു സത്യമുണ്ട്. വരുൺ നിന്റെ കഴുത്തില് ചാർത്തിയ താലി, അത് കഴുത്തിലിട്ടുകൊണ്ട് അവനെ മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കാൻ അതവൾ ആരായാലും നീ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ അത് നീ നിന്നെ തന്നെ ചതിക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്ന ദിവസമാണ് മുത്തശ്ശി സ്വപ്നം കാണുന്നത്. അത് സ്വപ്നം മാത്ര. അത് യാഥാർത്ഥ്യമാവും ഉചിതമായ തീരുമാനം നീ എടുക്കുകയാണെങ്കിൽ. അല്ല, കുറെ കാലം കഴിഞ്ഞ് ആലോചിക്കുകയാണെങ്കിൽ അതിന്റെ നഷ്ടബോധം മാത്രമേ കാണൂ. നമ്മുടെ മുമ്പില് ചെറിയൊരു കാലയളവേ ഉള്ളൂ. അതിങ്ങനെ കണ്ണീര് മാത്രം കുടിച്ച് ജീവിച്ച് തീർക്കണമെന്നില്ല. അതിഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിച്ച് തീർക്കാം. കരയേണ്ട മോളെ, ക്ഷീണമുണ്ട് മോക്ക്. കുറച്ചുകൂടി കിടന്നു. മുത്തശ്ശി, ഞാൻ ഇന്ന് ഇവിടെ തന്നെ നിൽക്കാം. എനിക്കങ്ങനെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ നിന്റെ ഭർത്താവ് പോയത്. മോളെ, കരയല്ലേ? വാ, കിടന്നു. വിഷമിക്കണ്ട, എല്ലാം മാറും കുട്ടി. എല്ലാ വേദനയും ദൈവം തിരിച്ചെടുത്തോളും. ആ